ഹലോ, ഇന്ന് മോർണിംഗ് നമ്മൾ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ ഡാൻസ് ടീമിനെ വീണ്ടും മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ മക്കളേക്ക് സ്കൂളിൽ വിട്ട് റെഡിയായി. ഇച്ചായൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇച്ചായൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പോയപ്പോൾ സമയം കുറച്ച് നേരത്തെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ നേരെ ഞാൻ ചാലക്കുടി പള്ളിയിൽ കയറി അവിടെ ആരാധനാലയത്തിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനിങ്ങോട്ട് പോരുന്ന നേരത്ത് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഉണ്ടല്ലേ, ശരിക്കും അതിൻ്റെ ഉള്ളിലത്തെ ഫീല് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അവിടെ പോയി ഇരിക്കണം, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് കിട്ടാറുള്ളത്. എന്നിട്ട് നേരെ ഞാൻ മെയിൻ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഇവർ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് പറ്റിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റെസ്റ്റോറൻറ്റിൽ പോവാണ്. അപ്പോൾ അവിടെ നമ്മളൊരു 4 പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് റെസ്റ്റോറൻറ്റിലെത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടിട്ട്. ആ കാണുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോയത് നമ്മുടെ ചാലക്കുടിയിൽ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്, ദ ടേസ്റ്റ് സെൽ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. പിന്നെ നമ്മുടെ ദീപ്തി കോഴിക്കോടാണ് ആളുടെ വീട്. അപ്പോൾ ആൾ അവിടെ നിന്ന് ഹലുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹലുവയൊക്കെ ഞങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള പീസ് തരാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകതരം സ്നേഹമാണ്. എല്ലാവരും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു സ്വീറ്റ് ആയാലും നമ്മൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്നതായാലും എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറേ വീഡിയോസ് ആണല്ലോ നമ്മുടെ മെയിൻ. നമ്മുടെ ഓർമ്മകളൊക്കെ നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്കത് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈം ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ എല്ലാവരും. അപ്പോൾ ലൈം ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ലൈമൊക്കെ കുടിച്ചു. നല്ല ഫ്രഷ് ലൈമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പോഴുള്ള വിശേഷങ്ങൾ കുറേ ആണല്ലോ. അപ്പോൾ അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഒരാൾ നമ്മൾ കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്ത. ആൾക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ കോഫി ഓർഡർ ചെയ്തിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബക്കറ്റ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ബക്കറ്റ് ബിരിയാണി വരുന്നേക്കാൾ മുന്നേ നമ്മൾ റീലില്ലാണ്ട് എന്ത് ബിരിയാണിയില്ലേ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു റീലൊക്കെ എടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൾ സെർവ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഒരു 7 പേർക്കുള്ള ഫുഡാണ് കേട്ടോ. നമ്മളൊരു 9 പേരുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് 9 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 പേരുടെ ആയിരുന്നുവെന്ന്. പക്ഷേ ഫുഡിൻ്റെ കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അവരൊക്കെ വന്നിട്ടുണ്ട്, ചിലവരൊക്കെ വന്നിട്ടുള്ളവരാണ്. ഞങ്ങൾ പാഴ്സൽ ചെയ്ത് മേടിച്ചു കേട്ടോ ഫുഡ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഫുഡൊക്കെ. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ഇടയിലും ഞങ്ങൾ കുറേ റീലൊക്കെ എടുക്കുകയാണ് കേട്ടോ. ആ റീലൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിഞ്ഞതോടുകൂടി നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്ന് വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഫുഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ കഴിച്ചത്. വർത്തമാനങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് തന്ന പോലെ തന്നെ നമ്മളൊക്കെ ഫിനിഷാക്കി കൊടുത്തു. കുറച്ചും കൂടി ഉണ്ടാവും നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. എന്നാലും ഞങ്ങൾക്ക് പറ്റണേൽ മാക്സിമം ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് ആ പ്ലേറ്റും കൂടി നമ്മൾ വീഡിയോ എടുത്തു കേട്ടോ. നമുക്ക് ഇതൊക്കെ റീലാക്കി എടുക്കാമല്ലോ, നമ്മുടെ ഓർമ്മകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. മക്കളെ ഒരു 2 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് കഴിയും. അപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്തണം. ഏകദേശം ഒരു 1 മണിക്ക് ആയിട്ടുണ്ട് ഈ സമയത്ത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഈ റെസ്റ്റോറൻറ്റിൽ നൈറ്റ് വരുമ്പോൾ നല്ലൊരു വൈബായിരിക്കും കേട്ടോ. ലൈറ്റും എല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഡേ ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കാണാനില്ല. അങ്ങനെ നേരെ നമ്മൾ പോയത് ജ്യൂസ് കുടിക്കാൻ ജ്യൂസിയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് മാംഗോ ജ്യൂസ് ആയിരുന്നു കേട്ടോ. കുറച്ച് മാംഗോ ജ്യൂസും പിന്നെ കുറച്ച് പേർക്ക് ABC ജ്യൂസും മതി എന്ന് പറഞ്ഞു. അങ്ങനെ മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ.
അപ്പോഴും ഞങ്ങൾ കുറേ വിശേഷങ്ങളും പിന്നെ ഇനി അടുത്ത പ്രാവശ്യം എവിടെ മീറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാംഗോ ജ്യൂസ് വന്നു. ചെറിയൊരു ഗ്യാപ്പുള്ളൂ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് കുറച്ചും കൂടി സമയമുണ്ടല്ലോ, സമയം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. എല്ലാവരും വർക്ക് ചെയ്യണവരാണ് കേട്ടോ. എൻജിനീയർ ഉണ്ട്, ഇതിൽ നേഴ്സ് ഉണ്ട്, ഹൗസ് വൈഫ് ഉണ്ട്, ഓൺലൈനായിട്ട് ജോലി ചെയ്യണവരുണ്ട്, പേഴ്സണൽ ട്രെയിനർ ഉണ്ട്, ബ്യൂട്ടീഷ്യൻ ഉണ്ട്. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. എന്താ പറയുക, എല്ലാം ഷെയർ ചെയ്യാനും. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടുക. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ ഇത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്നത്. നമ്മൾ പ്രസിഡൻ്റാണ് കേട്ടോ, നമ്മൾ ഈ ഗ്രൂപ്പിലോട്ട് കൊണ്ടുവന്ന ആളാണ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നമ്മുടെ അതേ മൈൻഡ് അതേപോലെ ആൾ നമ്മുടെ കൂടെ നിൽക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു. അങ്ങനെ നമ്മുടെ ABC ജ്യൂസൊക്കെ വന്നപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു റീലും കൂടി എടുത്തിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷമാണ് ഇവിടെ പങ്കുവച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.